ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഈസി മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ബ്രാൻഡഡ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൾപ്പാക്കി എടുക്കാം. ഇത് ഒരു 1.5 കപ്പ് മാംഗോ പൾപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു 4 മാംഗോ ആണ് യൂസ് ചെയ്തത്. അതുപോലെ മാംഗോ പൾപ്പിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ക്രീം വളരെ ടൈറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ആക്കാതെ തന്നെ മാംഗോ പൾപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൾപ്പും കൂടെ മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനി ഒരു ട്രെയിലോട്ട് സെറ്റ് ചെയ്യാം. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇനി ഇതൊരു ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്യാം. ബട്ടർ പേപ്പർ ഐസ്ക്രീമിന്റെ മുകളിൽ തൊടും വിധം വേണം റാപ്പ് ചെയ്യാൻ. ഇനി ഒരു ഫോയിൽ പേപ്പറും കൂടെ യൂസ് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഐസ് ക്രിസ്റ്റലൈസ്ഡ് ആകാതെ തന്നെ കിട്ടും. ഞാൻ ഈ മാംഗോ ഐസ്ക്രീം ഒരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചായിരുന്നു. പിന്നെ നമ്മൾ അരിപ്പൊടി കൊണ്ടും ഗോതമ്പൊടി കൊണ്ടും ഒക്കെ ഒത്തിരി സിമ്പിൾ ഐസ്ക്രീം റെസിപ്പികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടുമെങ്കിലും അതിൻ്റെ ഐസ്ക്രീമിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് വരാറില്ല. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ ഫ്രഷ് ക്രീം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴും ബേക്ക് ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഐസ്ക്രീമൊക്കെ വില കൊടുത്ത് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാതെ സിമ്പിളും ഹെൽത്തിയുമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കണ്ടൻസ് മിൽക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ക്രീമി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാംഗോയുടെ ഒക്കെ സീസൺ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.